എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അറിയില്ല. തനിക്കൊരു ഉളുപ്പില്ലടോ. കഴിഞ്ഞ വിഷു എപ്പിസോഡിൽ ലാലേട്ടൻ വരികയും ഗബ്രി ജാസ്മിനോട് എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ, സൗഹൃദമാണോ, ഇഷ്ടമാണോ, അതോ ഒരു ഗെയിം സ്ട്രാറ്റജിയാണോ, എന്താണെന്ന് പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുണ്ട്. ജാസ്മിൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു. ഗബ്രിയുടെ മായിട്ടുള്ള ഈ വിവാദത്തിനെ തുടർന്നുള്ള എന്തെങ്കിലും കാരണമാണോ ആ മൂഡ് ഔട്ടിന് കാരണം എന്ന് അദ്ദേഹം അന്വേഷിക്കുകയുണ്ടായി. എന്നാൽ ജാസ്മിൻ എല്ലാം അറിയില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഗബ്രിയുമായിട്ട് ഒരു ഇഷ്ടം എന്നുള്ള റിലേഷൻ വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പരസ്പരം സഹായിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ, എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത് എന്ന രീതിയിൽ ഉപരി ആ ബന്ധം വളരാൻ ഞാൻ എൻ്റെ മനസ്സിനെ കടിഞ്ഞാണിടുന്നു എന്നുള്ള രീതിയിലാണ് അർത്ഥം വരുന്ന വാക്കുകളാണ് ജാസ്മിൻ റിപ്ലൈ ആയിട്ട് കൊടുത്തത്. എന്നാൽ ഇതിനെ തുടർന്ന് ലാലേട്ടൻ കുറച്ച് മുൻ രംഗങ്ങൾ ബിഗ് ബോസിലെ കാണിച്ചു കൊടുക്കുകയും ഗബ്രി ജാസ്മിൻ സംഭാഷണങ്ങൾ മറ്റുള്ള മത്സരാർത്ഥികൾക്കും കാണിച്ചു കൊടുത്തു. അവർ അതിനെ തുടർന്ന് അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ലാലേട്ടൻ അവരോട് ചോദിക്കുകയും ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. ഭൂരിഭാഗം അഭിപ്രായങ്ങളും ഇവർക്കെതിരായിരുന്നു. അതിൽ നല്ല മനോഹരമായിട്ടുള്ള രണ്ട് അഭിപ്രായം പറഞ്ഞിരുന്ന രണ്ട് വ്യക്തികളാണ് ജിബിനും ഹൻസിബയും. ഹൻസിബയോട് ചോദിച്ചപ്പോൾ ഹൻസിബ പറഞ്ഞത്, പുറത്ത് വിവാഹം ഉറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇതിനകത്ത് വരുമ്പോൾ അവർക്കറിയാം ഓൾറെഡി അവരുടെ ജീവിതം വിവാഹം ഉറപ്പിച്ചിട്ടുള്ളതാണ്, ജീവിത പങ്കാളിയെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതൊക്കെ അറിയാവുന്ന ഒരാൾ പിന്നെ ഇതിനകത്ത് വന്നിട്ട് ഇങ്ങനൊരു ഗെയിം കളിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ റിലേഷൻ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. ഏത് രീതിയിലാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് അവരുടെ രീതിയിൽ അതിനകത്ത് നിന്നാൽ മതി. അവർക്ക് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്നാണ് ഹൻസിബ പറഞ്ഞത്. നല്ല വടിവത്ത മറുപടിയായിരുന്നു അത്. ജിബിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവർ രണ്ടുപേരും ചേർന്ന് പ്രേക്ഷകരെ വിഡ്ഢികളാക്കുക തന്നെയാണ്, അതിൽ വേറൊന്നുമില്ല, ഇവരുടെ കാട്ടിക്കൂട്ടൽ മാത്രമാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ബിഗ് ബോസിനകത്തുള്ള ഞങ്ങളും മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവർ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി, അല്ലെങ്കിൽ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി. ഈ രണ്ട് ഉത്തരങ്ങൾ, അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട രണ്ട് ഉത്തരങ്ങൾ തന്നെയായിരുന്നു. അത് കലക്കി.